വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറി കഴിഞ്ഞ് സെർച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ന്യൂസിലാൻഡിൽ ഏകദേശം ഇപ്പം ഞാൻ ഹാമിൽട്ടണിലാണ് നിൽക്കുന്നത്. നിൽക്കുന്ന സ്ഥലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ അടിച്ച് നോക്കുക. ഹാമിൽട്ടണിലാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയ്മാൻ തന്നെ 2 ഉണ്ട്. ലിൻഡ ജോൺസ് ഉണ്ട്, ഹിൽഡ റോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഹാമിൽട്ടണിലെ കാര്യമാണ് പറഞ്ഞത്. റെയ്മാന് വേറെ പല ബ്രാഞ്ചുകളും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സമ്മർസെറ്റ് വേറെ ഒരെണ്ണമാണ്, ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ഹെൽത്ത് കെയർ ഹോമാണ്. അതേപോലെ തന്നെ ബൂപ്പ, ഓഷ്യാനിയ, പിന്നെ കാസ്കേഡ്, ഇങ്ങനെ പലതുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഫേമസ്, ഏറ്റവും ലിസ്റ്റിങ്ങിൽ ഏറ്റവും ഹൈ റേറ്റിങ്ങിൽ നിൽക്കുന്ന ഏറ്റവും വലുതായിട്ടുള്ളൊരു അത് തന്നെ നമുക്ക് അടിച്ചു നോക്കാം. റെയ്മാൻ ഇപ്പോൾ അടിച്ചു കൊടുക്കുക. ഇതന്നെ സംബന്ധിച്ച് റെയ്മാൻ ഹെൽത്ത് കെയർ അടിച്ചു കൊടുക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ്മിയിൽ അല്ലെങ്കിൽ സീക്കിൽ ഇൻഡീരിയിൽ കയറിയിട്ട് അവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യാത്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഇവരുടെ നേരിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറുക. ഇപ്പോൾ റെയ്മാൻ ഹെൽത്ത് കെയറിൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. റെയ്മാൻ ഹെൽത്ത് കെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കണ്ടു, അതിൻ്റെ അകത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ കരിയേഴ്സ്, ഈ സാധനത്തിൽ 1, 2, 3, 4, 5ാമത് കിടക്കുന്ന സാധനം കരിയേഴ്സിൽ പ്രസ് ചെയ്യുക. കരിയേഴ്സിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ HCA എന്ന് അടിച്ചു നോക്കാം. HCA എന്നാണോ അത് കെയർ ഗിവർ എന്നാണോ വന്നതെന്ന് എനിക്കറിയില്ല. HCA നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം. HCA അടിയിട്ട് നോക്കുക. കറൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സോറി ബട്ട് നോ ജോബ്സ് ഫൗണ്ട് മച്ച്, ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ കെയർ ഗിവർ എന്ന് വിളിച്ച് നോക്കാം. കെയർ ഗിവർ, കറൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അത് നമ്മൾ HCA എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. അതടിച്ച് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ അതടിച്ച് കൊടുത്താൽ വരും. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ താഴത്ത് കറൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? സീനിയർ കെയർ ഗീവറായിട്ട് പാർട്ട് ടൈം, ലിൻഡ ജോൺസ് റിട്ടയർമെൻറ്റ് വില്ലേജ്, ഹാമിൽട്ടൺ ന്യൂസിലാൻഡ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സീനിയർ കെയർ ഗീവറിൻ്റെ ജോലി. അതുപോലെ തന്നെ നമുക്ക് ഇത് റീഡ് മോർ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരെ എടുക്കുക. ഇതിപ്പോൾ എടുത്തു, സീനിയർ കെയർ ഗീവർ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ ഈ ജോബ് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിന് റെഫർ ചെയ്യാനാണെങ്കിൽ അവിടെ ഇമെയിൽ ചെയ്യുക ഫ്രണ്ടിന് വേണ്ടിയിട്ട്. കാര്യങ്ങളെല്ലാം എഴുതി, ലൊക്കേഷൻ എഴുതിയിട്ടുണ്ട്, കെയർ ഗീവറിൻ്റെ എഴുതിയിട്ടുണ്ട്, ജോബ് ലെവൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്, പെർമനൻറ്റ് പാർട്ട് ടൈം ആണോ, പെർമനൻറ്റ് ഫുൾ ടൈം ആണോ, അതെയോ ക്യാഷ്വലാണോ, കവർപൂളാണോ എന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി. നേരെ ബാക്കിലേക്ക് പോകുക. അതിൻ്റെ താഴത്തേക്ക് നമുക്ക് കെയർ ഗീവർ ഫുൾ ടൈം, ആൻ്റണി വൈൽഡിങ് റിട്ടയർമെൻറ്റ് വില്ലേജ്, ക്രൈസ്റ്റ് ചർച്ചിലാണോ അത് കാണിച്ചിരിക്കുന്നത്. കെയർ ഗീവർ ഫിക്സഡ് ടൈം, ചാൾസ് അബാം റിട്ടയർമെൻറ്റ് വില്ലേജ്, കാൻബറി. അപ്പോൾ ഈ ഹാമിൽട്ടണിൽ കാണിച്ചിരിക്കുന്നത് ഓർമ്മയുള്ളൂ, പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം ആയിട്ടുള്ളതും ഫുൾ ടൈം ആയിട്ടുള്ള ഒക്കെ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് നേഴ്സാണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ്, സെർച്ച് ചെയ്യുക. കറൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഇതിപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കവർ പൂളായിട്ടുള്ളത്. ഈ കവർ പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് പെർമനൻ്റ് ആണോ എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. കവർ പൂൾ ഇൻ്റർമീഡിയറ്റ് വർക്ക് ടൈപ്പ് കവർ പൂൾ. ഈ കവർ പൂൾ എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് പെർമനൻറ്റ്, അതുപോലെ തന്നെ ക്യാഷ്വൽ. ഇപ്പോൾ ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ളത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഷിഫ്റ്റുകളുണ്ടാവും. കവർ പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര അവേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടാവും, 30 മണിക്കൂറോ അല്ലെങ്കിൽ 40 മണിക്കൂറോ, ഒരു ഇത്ര അവേഴ്സ് പറഞ്ഞു. ഈ അവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവേഴ്സ് ചിലപ്പോൾ നമ്മൾക്ക് എവിടെയാണോ സ്റ്റാഫ് ഷോർട്ടേജ് അവിടെയായിരിക്കും നമ്മൾ ഡ്യൂട്ടിക്ക് ഇടുക. ചിലപ്പോൾ ഒന്നെങ്കിൽ നമ്മളൊരു ഇപ്പോൾ കെയർ ഹോം എടുത്തു, അവിടെ റെസ്റ്റ് ഹോം ഉണ്ടാവും, അവിടെ ഹോസ്പിറ്റൽ ലെവൽ കെയറിങ് ഉണ്ടാവും, ഡിമെൻഷ്യ ഉണ്ടാവും. പക്ഷേ ഈ കവർ പൂളിൻ്റെ പ്രത്യേകത നമ്മളവിടെ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് കയറാൻ പറ്റും നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന്. ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണോ സ്റ്റാഫ് ഷോർട്ടുള്ളത് നമ്മളെ അങ്ങോട്ട്, അതാണ് കവർ പൂൾ. ക്യാഷ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ആൾ വരാണ്ടിരിക്കുമ്പോൾ നമ്മളെ വിളിക്കാം. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ ഇഷ്ടമില്ല എടുത്തില്ല. പക്ഷേ കവർ പൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റും അവർക്ക് കിട്ടും. ആനുവൽ ലീവും കാര്യങ്ങളും സിക്ക് ലീവും എല്ലാം അവർക്ക് കിട്ടും. പക്ഷേ ക്യാഷ്വലിനാകുമ്പോൾ സിക്ക് ലീവോ ആനുവൽ ലീവോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇവർക്ക് ആനുവൽ ലീവ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടാവും.
പക്ഷേ ഇങ്ങനെ എവിടെയാണ് ഡ്യൂട്ടി എന്ന് ഫിക്സഡ് ആയിട്ടൊരു സ്ഥലത്ത് നമുക്ക് ഓരോ ദിവസവും ചിലപ്പോൾ ഓരോ സ്ഥലത്തായിരിക്കാം, ഓരോ ദിവസം നമുക്ക് ഓരോ പേഷ്യൻ്റ് ആയിരിക്കാം. കുറച്ച് ഹാർഡാണ് പെർമനൻ്റ് ആയിട്ടുള്ളതിനേക്കാളും. പക്ഷേ ഇപ്പോൾ ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇതിനും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇങ്ങനെ ഓരോന്നിനും ഇപ്പോൾ ബൂപ്പയാണെങ്കിൽ ബൂപ്പ അടിച്ച് നോക്കുക, അതേപോലെ തന്നെ സമർസെറ്റാണെങ്കിൽ സമർസെറ്റ് അടിച്ച് നോക്കുക. ലൊക്കേഷൻ ഇപ്പോൾ ഓരോരുത്തർ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഹാമിൽട്ടൺ, ഓക്ലാൻഡ് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല. ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ച്, വെല്ലിംഗ്ടൺ എവിടെയാണോ കിട്ടുക അവിടെ നോക്കുക. അതിന് ശേഷം ബാക്കി സ്ഥലങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയയ്ക്ക് അപ്ലൈ ചെയ്യുക. കിട്ടുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നേരത്തെയൊക്കെ വന്ന മാതിരിയല്ല, വേക്കൻസി വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.